അതെ, കോഴിക്കോട് ബീച്ചിലാണുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 80 അടി നീളമുള്ള അർജന്റീനയുടെ കൊടിയാണ്. 80 മീറ്റർ നീളമുള്ള കൊടി. ഈ 80 മീറ്റർ നീളമുള്ള ഈ കൊടി മുക്കത്തെ മുക്കം പാലത്തിന് കുറുകെ കെട്ടിയിരുന്നതാണ്. അപ്പോൾ ലോകകപ്പ് ഫൈനലിലേക്ക് അർജന്റീന എത്തിയതിന്റെ സന്തോഷത്തിൽ അത് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി കപ്പടിക്കും. എന്നിട്ട് ഈ കൊടിയുമായി, അല്ലെങ്കിൽ ഈ 80 മീറ്റർ നീളമുള്ള ഈ കൊടിയുമായി ഇവർ വലിയ ജാഥയൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? കൊടി ഇവിടെ മുക്കത്തുനിന്ന് കോഴിക്കോടെത്തി. അതെ, തീർച്ചയായിട്ടും ഇത് ചരിത്രത്തിൽ എഴുതപ്പെടും ഈ കൊടി. അതുപോലെ തന്നെ അർജന്റീനയുടെ ഇന്നത്തെ കളിയും ചരിത്രത്തിൽ എഴുതപ്പെടും. ഉറപ്പാണ്, വിജയം ഉറപ്പാണ്. തീർച്ചയായിട്ടും ഉറപ്പാണ്. എന്റെ ജേഴ്സി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല, ജസ്റ്റ് സാധാരണ മാത്രം. അപ്പൊ കളി കഴിയുമ്പോൾ ഇതുപോലെ തന്നെയാണോ? തീർച്ചയായിട്ടും ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ. വാമോസ് അർജന്റീന. അപ്പൊ എവിടുന്നാ കളി കാണുന്നത്? ഇവിടെ തന്നെയാണോ? കൺഫേം ആയിട്ടില്ല, കാരണം ഒരുപാട് സ്ഥലത്ത് നമുക്ക് ബിഗ് സ്ക്രീൻ ഉണ്ടായതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടൗണിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ? ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് എന്താ പറയാ, ആഘോഷത്തിന് പരിമിതിയില്ല, കാരണം അത്രയും സന്തോഷമാണ്. അത്രയും സന്തോഷമാണ്. ഇതിനിടയ്ക്ക് മറ്റേ കമ്മിറ്റി ടീം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് ചുമ്മാ പറയുന്നല്ലേ. കഴിഞ്ഞ ലാസ്റ്റ് കളിയില്ലേ, ഇംഗ്ലണ്ടായിട്ട് കളിച്ച കളി കണ്ടാൽ അറിയാൻ പറ്റും, ഈജിപ്തായിട്ടുള്ള കളി കണ്ടാൽ അറിയാൻ പറ്റും. എന്ത് കമ്മിറ്റി ടീം? അതൊക്കെ ചുമ്മാ ഇവിടെ സോഷ്യൽ മീഡിയ ആളുകൾ പറഞ്ഞുണ്ടാക്കാന്നല്ലാതെ തള്ളാണല്ലേ, ചുമ്മാ തള്ളി വിടുകയാണ്. പിന്നെ ഈ കൊടിയുടെ കാര്യം പറഞ്ഞത് 80 മീറ്റർ നീളമാണുള്ളത്. നമ്മുടെ മുക്കം പാലത്തിന് കുറുകെ കെട്ടിയിരുന്ന കൊടിയാണ്. അതെ, ഇരുവഞ്ഞിപ്പുഴക്ക് കുറുകെ മുക്കത്ത് ചെയ്ത ഫ്ലാഗ് തന്നെയാണ് ഇത്. ഇത് പൊട്ടി വീണിരുന്നു, അത് പിന്നെ ആരും അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ പറയാണ്, പൊട്ടി വീണു കാറ്റിൽ. പിന്നെ രണ്ടാമത് നമ്മൾ പുഴയിൽ അത് വലിച്ചു കയറ്റി കുറച്ച് ഡാമേജ് പറ്റിയിരുന്നു, റിപ്പയർ ചെയ്ത് കുറച്ച് ആഡ് ഓൺ ഒക്കെ ചെയ്ത് 80 മീറ്ററിലേക്ക് ആക്കിയിട്ട് നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കൊടി ഉയർത്താനായിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ വെക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഈ മുക്കംകാർ മാത്രമൊന്നുമല്ല കേട്ടോ, ഈ കോഴിക്കോടിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ